എത്ര നാളായി അമ്മ ബിരിയാണി ഉണ്ടാക്കിയിട്ട്. അമ്മയുടെ ബിരിയാണി കഴിക്കാൻ കൊതിയാവുന്നത് നമ്മുടെ ആഷ്മി പറയാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമായിട്ടോ. സംഭവം സത്യമാണ്. ഞാനിവിടെ ചിക്കൻ മേടിച്ചിട്ടേനെ ഏകദേശം ഒരു 1.5 മാസമായിട്ടോ. നമ്മുടെ പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കൊടുത്ത് കുട്ടികൾക്ക് പിന്നെ വയ്യാതായി പിന്നെ ഞാനും അങ്ങ് മടിച്ചായിരുന്നു. തന്നെയല്ല അവർക്ക് വേണമെന്നില്ലായിരുന്നു. അവരിങ്ങോട്ട് പറയുമ്പോഴാണല്ലോ നമ്മൾ ചിക്കൻ വാങ്ങിക്കുന്നത്. അപ്പോൾ എന്തായാലും ആഷ്മിയുടെ അഭ്യർത്ഥന പ്രകാരം ഇന്നൊരു ചിക്കൻ ബിരിയാണി അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഈ സാധനങ്ങളൊക്കെ ഇന്നലെ വാങ്ങി വെച്ചിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാനതങ്ങ് കുതിരാനിട്ട് കേട്ടോ. അപ്പം പിന്നെ ലച്ചുവിന് ട്യൂഷനുണ്ട് 11:30 ആകുമ്പോൾ. അപ്പോൾ അവളെ കൊണ്ടുവിടാൻ പോകണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് പണികളെല്ലാം ഒന്ന് ഒതുങ്ങണം. അപ്പം ആഷ്മി അമ്മയും കൂടെ നമ്മുടെ ഇവിടെ അടുത്തൊരു സഞ്ചയനം കേട്ടോ. അപ്പോൾ അവിടെ പോകാനായിട്ടാണ് റെഡിയാവുന്നത്. ഇന്നലെ ഉത്സവത്തിൻ്റെ ആറാട്ടമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും 12 മണി 12:30 ആയിരുന്നു കേട്ടോ. അപ്പോൾ ലേറ്റായിട്ട് രാവിലെ എല്ലാവരും എഴുന്നേറ്റ് കേട്ടോ. അപ്പോൾ ആ ലച്ചു എഴുന്നേറ്റ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് പത്രം വാലിലോട്ട് കടന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് ചിക്കൻ വാങ്ങാൻ പോകണം. അപ്പോൾ സവാളയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ടോ. ചിക്കൻ ചെന്നപ്പോഴത്തേക്കിനും അവിടെ ഒടുക്കത്തേക്കു എൻ്റെ അമ്മച്ചി ഇന്ന് ഞായറാഴ്ചയല്ലേ, എന്തായാലും 1 മണിക്കൂർ നിന്ന് നമുക്ക് ചിക്കൻ കിട്ടി കേട്ടോ. ഞാൻ വിളിച്ച് പറഞ്ഞില്ലായിരുന്നു, കുറച്ചല്ലേ ഉള്ളൂ, നമുക്ക് ചെന്നങ്ങ് മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ വന്നിട്ട് ഒരു തക്കാളിയും പച്ചമുളകും സവാള എല്ലാം കൂടെ കുക്കറിലോട്ടൊരു 5-6 വിസിലടുപ്പിച്ച് അങ്ങ് വേവിച്ച് വെച്ചിട്ടോ. പിന്നെ എളുപ്പമുണ്ട് ചിക്കൻ ഉണ്ടാക്കാനായിട്ട്. ഞാനും ലച്ചു പിന്നെ ഇന്ന് സൺഡേ ഉണ്ടറിയാമല്ലോ, സ്പെഷ്യൽ പഴങ്കഞ്ഞിയാണ്. മുളകും ഉള്ളിയൊക്കെ ഉടച്ച് പഴങ്കഞ്ഞിയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ അരിയും ചിക്കനും വേവിച്ച് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ലച്ചുവിനെ ട്യൂഷന് കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് അതേ വേഷത്തിൽ ആഷ്മി എൻ്റെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിരിച്ച് പോകുമ്പോൾ എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറണം, അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങണം എന്നറിഞ്ഞുകൊണ്ടാണ് എൻ്റെ കൂടെ വന്നത്. കാരണം എന്തെങ്കിലുമൊക്കെ അവൾക്കും എടുക്കാമല്ലോ. അയ്യോ, എന്തായാലും ദമ്മിടുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. അങ്ങനെ ദമ്മാക്കിയിട്ടുണ്ട്. അപ്പോൾ ലച്ചു വന്നത് 2-2:15 ആയപ്പോഴാണ്. അതുവരെ ആഷ്മി എന്നുവെച്ചാൽ കഴിക്കാതെ വെയിറ്റ് ചെയ്തോട്ടോ. ഞങ്ങൾ പറഞ്ഞാൽ കഴിക്കാനായിട്ട്. എന്തായാലും കുറേ നാളിന് ശേഷം ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. സാധാരണ ഞങ്ങളിവിടെ ചെറിയ അരി ഉപയോഗിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ എനിക്ക് പോകാനൊരു മടി കൊണ്ട് ഞാൻ പിന്നെ ഞങ്ങളുടെ തൊട്ടടുത്ത് നിന്ന് തന്നെ ഈ വലിയ അരി അങ്ങ് വാങ്ങിച്ചത് കേട്ടോ. വലിയ അരിയുടെ ബിരിയാണി ഞാനങ്ങനെ ഇവിടെ ഉണ്ടാക്കാറില്ല. ചെറുതാണ് ടേസ്റ്റ്. തന്നെയല്ല ഈ ബിരിയാണി ചൂടോടെ കഴിക്കുന്നത് എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് തണുത്ത് കഴിയുമ്പോൾ ബിരിയാണി ഇഷ്ടം. അപ്പോൾ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.